21ാമത്തെ വയസ്സിൽ എന്നെ അമേരിക്കയിൽ തിരിച്ചയക്കുന്ന സമയത്ത് കുറെ പേര് എന്നോട് പറഞ്ഞു തന്നായിരുന്നു, മോളെ അവിടെ ചെന്ന് നിന്റെ കൾച്ചർ മാറിപ്പോകരുത്, നമ്മുടെ രീതിക്ക് അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത്. അപ്പൊ ഈ കൾച്ചർ എന്താണ് ഞാൻ പെർമനന്റ്ലി അപ്ഹോൾഡ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പം ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. വളരെ ടെമ്പററി ആയിട്ട് ടൈമിനനുസരിച്ചും റീജിയനനുസരിച്ചും ആൾക്കാർക്കനുസരിച്ചും ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കണ്ണൂരെ കൾച്ചർ അല്ല ട്രിവാൻഡ്രത്തെ കൾച്ചർ അല്ല എറണാകുളത്ത്. ഇതിൽ ആരാ ശരിയെന്ന് നമ്മൾ എങ്ങനെ വാദിക്കും? പണ്ട് കാലത്ത് നമുക്ക് സതി നമ്മുടെ കൾച്ചറായിരുന്നു. നമ്മൾ ഘൂങ്കട്ട് അല്ലെങ്കിൽ മുതിർന്നവരെ കാല് തൊട്ട് വണങ്ങുന്നത്, പീരീഡ്സ് ആയ പെണ്ണുങ്ങളെ കൺഫൈൻ ചെയ്ത് ഐത്തം പ്രഖ്യാപിക്കുന്നത്, അങ്ങനെ ഒത്തിരിയും പ്രാക്ടീസസും എങ്ങനെയാ ഉണ്ടായത്? ആ സമയത്ത് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒരു പൊസിഷനിലിരിക്കുന്നവർ തീരുമാനിക്കും, ഇവിടുത്തെ രീതി ഇന്നതാണ്, നമ്മൾക്ക് എങ്ങനെ പെരുമാറാം, ഇതാണ് നമുക്ക് കംഫർട്ടബിൾ എന്ന്. പക്ഷെ ആ തീരുമാനം എടുക്കുന്നത് മിക്കപ്പോഴും ആണുങ്ങളായിരുന്നു. അന്ന് അധികം ഇക്വാളിറ്റി ഇല്ലല്ലോ. അപ്പം ഒരു 80% കൾച്ചറൽ ആസ്പെക്ട്സും സ്ത്രീകൾ എങ്ങനെ ഉടുക്കണം, ഒരുങ്ങണം, സർവ് ചെയ്യണം, അടിമപ്പെട്ടിരിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് കാലം മാറി, ഓരോരുത്തരുടെയും യുക്തി മാറി, അവരുടെ കാഴ്ചപ്പാടുകളും നന്മതിന്മയെക്കുറിച്ചുള്ള അറിവുകളും അവരുടെ എക്സ്പോഷേഴ്സും എഡ്യൂക്കേഷനും എല്ലാം മാറിയതിനനുസരിച്ച് ഈ കൾച്ചേഴ്സ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൾച്ചർ എന്ന് വിളിക്കുന്ന ഈ പെരുമാറ്റങ്ങളും മോറൽസും അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നാട്ടിൽ ഞാൻ അനുസരണ ഉണ്ടെങ്കിൽ നല്ല കൾച്ചറുള്ള കുട്ടിയാണ്. വെളിയിൽ എനിക്ക് എല്ലാവരും പറയുന്നത് കൺസിഡർ ചെയ്ത് എൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും സ്മാർട്ട് വ്യക്തിയാണ്. നാട്ടിൽ ഞാൻ മൂത്തവരെ ബഹുമാനിക്കുന്നതാണെങ്കിൽ നല്ല കൾച്ചറാണ്. വെളിയിൽ ഞാൻ മൂത്തവരെ മാത്രമല്ല എല്ലാവരെയും ബഹുമാനിക്കണം. അവരുടെ പെരുമാറ്റം അനുസരിച്ചാണ് അവർ ബഹുമാനം അർഹിക്കുന്നത്. മൂത്തതായതുകൊണ്ട് മാത്രം അവർക്കൊരു സ്പെഷ്യൽ ക്രൗൺ കിട്ടുന്നില്ല. അവരുടെ വയസ്സസ് കുറഞ്ഞു പോവോ, അവരുടെ തിന്മകളോ അവരുടെ കാഴ്ചപ്പാടുകളോ ഒക്കെ മാറിപ്പോവോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് കുഞ്ഞാണെങ്കിലും ശരി, പിള്ളേരാണെങ്കിലും വീക്കാണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും ഏത് പൊസിഷനിലിരിക്കുന്നവരാണെങ്കിലും പിയൂണാണെങ്കിലും ലേബറാണെങ്കിലും എല്ലാവരെയും ഞാൻ ബഹുമാനിക്കണം. നാട്ടിൽ ഇപ്പം ഒരു പുരുഷൻ ഒരു മോശമായ വികാരം ഉണ്ടാകുകയാണെങ്കിൽ അതിന് സ്ത്രീയാണ് ഉത്തരവാദി. അവളെ ആവശ്യത്തിന് മറച്ചില്ല, അവളെ ആവശ്യത്തിന് ഒളിച്ചില്ല. ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓൺ മോറൽസ്, വാല്യൂസ്, അവരുടെ റിയാക്ഷൻസ്, അവരുടെ ഇമോഷണൽ കൺട്രോൾ, ഇതെല്ലാം ഹി ഹിംസെൽഫ് ഈസ് അക്കൗണ്ടബിൾ, കനോട്ട് ബി ബ്ലെയിംഡ് ഓൺ എനിവൺ എൽസ്. അത് എന്താണ് ഞാൻ എൻ്റെ കൾച്ചർ എന്നും പറഞ്ഞുകൊണ്ട് പ്രൗഡായിട്ട് ഞാൻ അപ്ഹോൾഡ് ചെയ്യേണ്ട കാര്യം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൾച്ചറിൽ പെർമനന്റ് ആയിട്ടും പ്രൊട്ടക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. അതാണ് നമ്മുടെ അറിവ്, ടാലന്റ്, സ്കിൽസ്, നോളജ്. അത് നമ്മുടെ ആർട്ടിൽ കാണാം, മ്യൂസിക്കിൽ കാണാം, ഡാൻസിൽ കാണാം, നമ്മുടെ മരുന്ന് കൂട്ടങ്ങളിൽ കാണാം, രുചിക്കൂട്ടങ്ങളിൽ കാണാം, നമ്മളുടെ കോലാപ്പുരി ചപ്പൽസ്, അതുപോലുള്ള സ്കിൽസിൽ ടൈ ആൻഡ് ഡൈ, അങ്ങനെ നമ്മൾ അറിവുകൾ എന്തൊക്കെയാണോ അതാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അല്ലാതെ പെരുമാറ്റങ്ങൾ എന്ന് പറയുന്നത് കൾച്ചറുമായിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യരുത്. കാരണം പെരുമാറ്റങ്ങൾ മാറേണ്ടവയാണ്. ഓരോരുത്തരുടെയും സർക്കംസ്റ്റൻസിനനുസരിച്ച്, ഓരോരുത്തരുടെയും സിറ്റുവേഷനും അവരുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ ബുദ്ധിയും നോളജും മെച്യൂരിറ്റിയും ഒക്കെ അനുസരിച്ച് നമുക്ക് കൾച്ചർ മാറ്റിക്കൊണ്ടേയിരിക്കാം അബൌട്ട് പെരുമാറ്റം.